GST ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ നിരക്ക് മാറ്റം സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരുന്നു. പുതിയ നിരക്കുകൾ സെൻട്രൽ ടാക്സ് റേറ്റ് നോട്ടിഫിക്കേഷൻ 9/2025 വഴി നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. 7 ഷെഡ്യൂളുകളിലായി 5, 18, 40, 3, 0.25, 1.5, 28 എന്നീ നിരക്കുകളാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഒഴിവാക്കിയ 28% നികുതി നിരക്ക് കോമ്പൻസേഷൻ സെസ്സുമായി ചേർത്ത് സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകുന്നതിനായുള്ള കടബാധ്യത തീരുന്നതുവരെ ചുമത്തുന്നു. അതിനുശേഷം 6 ഷെഡ്യൂളുകൾ മാത്രം. പുതിയ നികുതി നിരക്കുകൾ നിലവിൽ വരുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ചില സംശയങ്ങൾ ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയിലൂടെ വിശദീകരിക്കുന്നു. ഞാൻ അജിൽ കുമാർ, മുൻ സ്റ്റേറ്റ് GST അസിസ്റ്റന്റ് കമ്മീഷണർ. ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്നത് ടൈം ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ്. ഒരു സപ്ലൈ പൂർത്തിയാകണമെങ്കിൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ കൈമാറ്റം, ഇൻവോയ്സിൻ്റെ ഇഷ്യൂ, പേയ്മെൻറ്റ് എന്നീ പ്രോസസ്സുകൾ നടത്തേണ്ടതുണ്ട്. ഈ 3 പ്രോസസ്സുകളിൽ ചിലത് നികുതി മാറ്റം നടപ്പിൽ വരുന്ന 22/9/2025 മുമ്പും മറ്റുള്ളവ നികുതി നിരക്ക് മാറ്റത്തിന് ശേഷവും വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സംശയങ്ങൾ ഉയർന്നു വരുന്നത്. അതായത് കൈമാറ്റവും ഇൻവോയ്സിൻ്റെ ഇഷ്യൂവും പേയ്മെൻറ്റും നിരക്ക് മാറ്റത്തിന് മുമ്പാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ നിരക്ക് മാറ്റത്തിന് മുമ്പായി വരുന്നതിനാൽ പഴയ നിരക്കും, ഇവ 3ഉം നിരക്ക് മാറ്റത്തിന് ശേഷം ആണ് വരുന്നതെങ്കിൽ ടൈം ഓഫ് സപ്ലൈ നിരക്ക് മാറ്റത്തിന് ശേഷവുമായിരിക്കുമെന്നതിനാൽ പുതിയ നിരക്കുമാണ് ചുമത്തുന്നത് എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ 3 പ്രോസസ്സുകൾ നിരക്ക് മാറ്റത്തിന് മുൻപും ശേഷവുമായി വന്നാൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കുമെന്നും പുതിയ നിരക്കാണോ പഴയ നിരക്കാണോ ചുമത്തേണ്ടതെന്നും തീരുമാനിക്കുന്നത് സെക്ഷൻ 14ൻ്റെ വെളിച്ചത്തിലാണ്. ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ നിരക്ക് മാറ്റത്തിന് മുമ്പാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ സെക്ഷൻ 14A-യും, നിരക്ക് മാറ്റത്തിന് ശേഷമാണ് കൈമാറ്റം നടക്കുന്നതെങ്കിൽ സെക്ഷൻ 14B-യുമാണ് ബാധകമാകുക. സെക്ഷൻ 14A(1) പ്രകാരം നിരക്ക് മാറ്റത്തിന് മുമ്പ് സാധനമോ സേവനമോ സപ്ലൈ ചെയ്ത് കഴിയുകയും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് ലഭിക്കുന്നതും നിരക്ക് മാറ്റത്തിന് ശേഷവുമാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്നത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത തീയതി, പേയ്മെൻറ്റ് കിട്ടിയ തീയതി എന്നിവയിൽ ആദ്യം വരുന്ന തീയതി ആയിരിക്കും. ആയതിനാൽ പുതിയ നികുതി നിരക്കായിരിക്കും ലെവി ചെയ്യേണ്ടത്. രണ്ടാമത്തേത് സാധനമോ സേവനമോ 22/9/2025, അതായത് പുതിയ നിരക്ക് നിലവിൽ വരുന്ന ദിവസത്തിന് മുമ്പ് സപ്ലൈ ചെയ്യുകയും നിരക്ക് മാറുന്നതിന് മുമ്പ് തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയും ചെയ്താൽ സെക്ഷൻ 14A(2) പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത തീയതിയായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയി കണക്കാക്കുക. ഈ അവസരത്തിൽ പഴയ നികുതി നിരക്കായിരിക്കും ബാധകം. നികുതി നിരക്കിൽ മാറ്റമുണ്ടാകുന്ന 22/9/2025 മുമ്പ് സാധനമോ സേവനമോ സപ്ലൈ ചെയ്യുകയും ആയതിൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ഇൻവോയ്സ് നൽകുന്നത് നിരക്ക് മാറ്റം നടക്കുന്നതിന് ശേഷവുമാണെങ്കിൽ സെക്ഷൻ 14A(3) പ്രകാരം പേയ്മെൻറ്റ് ലഭിച്ച തീയതിയിലായിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഇത്തരം കേസുകളിൽ പേയ്മെൻറ്റ് ലഭിച്ചത് നിരക്ക് മാറ്റത്തിന് മുമ്പായതിനാൽ നികുതി നിരക്ക് പഴയത് തന്നെ ആയിരിക്കും. ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നത് നിരക്ക് മാറ്റത്തിന് ശേഷമാണെങ്കിൽ സെക്ഷൻ 14B ആണ് ബാധകം എന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇവിടെ പേയ്മെൻറ്റ് ലഭിക്കുന്നതും
നിരക്ക് മാറ്റത്തിന് ശേഷമാണെങ്കിൽ ഇൻവോയ്സ് നേരത്തെ നൽകിയിരുന്നാലും ടൈം ഓഫ് സപ്ലൈ പേയ്മെൻറ്റ് നൽകിയ തീയതിയിലായതിനാൽ സെക്ഷൻ 14(b)(1) പ്രകാരം പുതിയ നിരക്കായിരിക്കും ബാധകം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും പേയ്മെൻറ്റ് നടക്കുന്നതും നിരക്ക് മാറ്റത്തിന് മുമ്പാണെങ്കിൽ ഇവ രണ്ടിൽ ആദ്യം സംഭവിച്ച തീയതിയായിരിക്കും ടൈം ഓഫ് സപ്ലൈ. ആയതിനാൽ പഴയ നിരക്കാണ് ഈ സാഹചര്യത്തിൽ ചുമത്തേണ്ടി വരിക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് നിരക്ക് മാറ്റത്തിന് ശേഷവും പേയ്മെൻറ്റ് ലഭിക്കുന്നത് നിരക്ക് മാറ്റത്തിന് മുമ്പും ആയാൽ സെക്ഷൻ 14(b)(3) പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത തീയതിയായിരിക്കും ടൈം ഓഫ് സപ്ലൈ. ആയതിനാൽ പുതിയ നിരക്കായിരിക്കും ഇവിടെ ബാധകം. ഇത്തരത്തിൽ ടൈം ഓഫ് സപ്ലൈ കണക്കാക്കുമ്പോൾ പ്രസ്തുത പേയ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തുന്ന ദിവസം, പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ദിവസം എന്നിവയിൽ ആദ്യത്തെ ഡേറ്റ് ആയിരിക്കും ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റായി കണക്കാക്കുക. എന്നാൽ നിരക്ക് മാറ്റം സംഭവിച്ച് 4 പ്രവൃത്തി ദിവസങ്ങൾക്കകം ബാങ്കിൽ തുക ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ നികുതി മാറ്റത്തിന് മുമ്പ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചേർത്തിരുന്നാലും ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റായി കണക്കാക്കുന്നത് ബാങ്കിൽ ക്രെഡിറ്റ് ആകുന്ന തീയതി ആയിരിക്കും. ഇത്തരത്തിൽ നികുതി നിരക്കിൽ മാറ്റം വരുമ്പോൾ നികുതി നിരക്ക് കുറഞ്ഞ കേസുകളിൽ ഉയർന്ന നിരക്കിൽ അവൈൽ ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തരത്തിൽ നേരത്തെ ഉയർന്ന നികുതി നിരക്കുണ്ടായിരിക്കുകയും 22/9/2025 ശേഷം നികുതി നിരക്ക് കുറയുകയും ചെയ്യുന്ന കേസുകളിൽ നേരത്തെ ഉയർന്ന നികുതി നിരക്കിൽ അവൈൽ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണമോ വേണ്ടയോ എന്ന സംശയം ഇന്ന് പലരും ഉയർത്തുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത്തരം സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതിനുള്ള സെക്ഷൻ 18(4) ഈ സെക്ഷൻ ഉയർന്ന നികുതി നിരക്കിലുണ്ടായിരുന്ന ഏതെങ്കിലും സാധനമോ സേവനമോ ടാക്സ് എക്സംപ്റ്റ് ആകുമ്പോഴോ ടാക്സ് പെയർ റെഗുലർ സ്റ്റാറ്റസിൽ നിന്നും കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറുമ്പോഴോ മാത്രമാണ് ITC റിവേഴ്സ് ആവശ്യപ്പെടുന്നത്. ആയതിനാൽ 28%, 18%, 12% എന്നീ നികുതി നിരക്കുകളിൽ നിന്ന് അതിന് താഴോട്ടേക്കുള്ള 5 വരെയുള്ള നികുതി നിരക്കിലേക്ക് പുതിയ നികുതി മാറ്റത്തിലൂടെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ അവയിൽ ചെയ്ത ITC, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, റിവേഴ്സ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള നികുതി നിരക്ക് മാറ്റത്തിലൂടെ മുൻപുണ്ടായിരുന്ന 12%, 5% എന്നിവയിൽ നിന്നും 0%ലേക്ക് മാറ്റപ്പെട്ട, അതായത് എക്സംപ്റ്റഡായി മാറിയ നികുതി നിരക്കുകളുടെ കേസുകളിൽ നേരത്തെ ഉയർന്ന നിരക്കിൽ അവൈൽ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 22/9/2025 നിലവിലുള്ള സ്റ്റോക്ക് കണക്കാക്കി അതിന് ആനുപാതികമായി റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ റിവേഴ്സ് ചെയ്യുന്നതിന് ITC 03 എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുക. GSTയുടെ പോർട്ടലിൽ ITC 03 എന്ന സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്ത് ഇത്തരത്തിൽ കണക്കാക്കപ്പെടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യാവുന്നതാണ്. നികുതി നിരക്കിലുണ്ടാകുന്ന കുറവ് നിമിത്തം ITC അക്യുമുലേറ്റ് ചെയ്താൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രകാരം റീഫണ്ടിന് അർഹതയുണ്ടോ എന്ന സംശയവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരേ ഇൻപുട്ട് ഗുഡ്സും ഔട്ട്പുട്ട് ഗുഡ്സും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത നികുതി നിരക്കിലാണ് വരുന്നതെങ്കിൽ
ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ വഴിയുള്ള റീഫണ്ട് സാധ്യമല്ല. നികുതി നിരക്ക് കുറഞ്ഞ കേസുകളിൽ നികുതിയിലുണ്ടായ കുറവ് പൊതുജനങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ടെന്ന് കൺസ്യൂമേഴ്സിനെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സെൻട്രൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ ഇൻഡസ്ട്രിയൽ ചേംബറുകളുമായി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും 22/9/2025 ശേഷമുള്ള പുതിയ നികുതി നിരക്കുകളിലേക്കുള്ള ട്രാൻസിഷൻ വളരെ സ്മൂത്തും ട്രാൻസ്പാരൻറ്റും ആക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെൻട്രൽ ലീഗൽ മെട്രോളജി ഒറിജിനൽ MRPയോടൊപ്പം പുതിയ MRP പേസ്റ്റ് ചെയ്യുന്നതിനുള്ള അനുമതി 31/12/2025 വരെ നൽകിയിട്ടുണ്ട്. ഈ 2 MRPയും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിലായിരിക്കണം കുറഞ്ഞ റേറ്റിലുള്ള MRP പേസ്റ്റ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം MRP പേസ്റ്റ് ചെയ്യുമ്പോൾ 2 MRPയും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിലായിരിക്കണം പുതുതായി കുറഞ്ഞ റേറ്റിലുള്ള MRP പേസ്റ്റ് ചെയ്യേണ്ടത്. GSTയിലെ പുതിയ നിരക്ക് മാറ്റങ്ങൾക്ക് വളരെ കുറച്ച് സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് കരുതട്ടെ. ഇനിയും ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.